എന്താണ് എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, അന്താരാഷ്ട്ര നിരീക്ഷകനാണ് അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് എങ്ങനെ ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്താൻ സാധിക്കും? ഇനി ഹോർമൂസ് ഒരു കാലത്തും പഴയ യുദ്ധത്തിന് മുൻപുള്ള ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് ഉറപ്പിക്കേണ്ടി വരുമോ? ഒരു ഐഡിയൽ സെനാരിയോ എന്ന് പറയുന്നത് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഫെബ്രുവരി 28 മുൻപുള്ള ഒരു അവസ്ഥയിലേക്ക് എന്നെങ്കിലും ഹോർമൂസിന് വരാൻ സാധിക്കുമോ? അങ്ങനെ സാധിച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് എങ്കിൽ എന്തിനായിരുന്നു യുദ്ധം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. പക്ഷെ അതിനുള്ള സാധ്യത ഒന്നും തന്നെ കാണുന്നില്ല. ഇപ്പോൾ നിലവിൽ ജൂൺ മാസം 17-ാം തീയതി അമേരിക്കയും ഇറാനും തമ്മിൽ എത്തിച്ചേർന്ന ഇടക്കാല ധാരണ, ഒരു ഏകദേശ ധാരണയാണ്, 14 ധാരണ. ആ ധാരണ അകാലത്തിൽ പൊലിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ 60 ദിവസമാകാൻ പോകുന്നു. ഓഗസ്റ്റ് മാസം 17-ാം തീയതി 60 ദിവസത്തേക്കായിരുന്നു ഈ നിബന്ധനകളെല്ലാം ബാധകമാകുക. അത് പൂർത്തിയാക്കാൻ പോകുന്നു. ഇപ്പോഴും ഹോർമോസ് പ്രാക്ടിക്കലി അടഞ്ഞു തന്നെ. പക്ഷെ രണ്ട് വിഭാഗക്കാരും ക്ലെയിം ചെയ്യുന്ന, ഇറാനും ക്ലെയിം ചെയ്യുന്നു, ഒരേപോലെ അമേരിക്കയും ക്ലെയിം ചെയ്യുന്നു, ഹോർമോസ് ഇപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന്. ട്രംപ് ഒരു പടി കൂട്ടിപ്പറയുന്നു, പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്, ഏത് കപ്പലുകൾക്കും അതിലെ സഞ്ചരിക്കാം. ഇത് ട്രംപ് പറയുന്നതല്ലാതെ കപ്പൽ ഗതാഗതം, നോർമൽ നാവിഗേഷൻ അവിടെ അസാധ്യമാണ്. അതുകൊണ്ട് എന്നാൽ പൂർണ്ണമായും കപ്പലുകൾ അവിടെ പോകുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ചില കപ്പലുകളെങ്കിലും ഹോർമൂസ് കടന്നു പോകുന്നുണ്ട്, ചിലതിലേക്ക് ആക്രമണം നടക്കുന്നുമുണ്ട്. ഇറാൻ പറയുന്നു തങ്ങളുടെ നിയന്ത്രണത്തിലാണ്, തങ്ങൾ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുകയാണ്, തങ്ങളുടെ അനുവാദത്തോടുകൂടി കപ്പലുകൾ കടന്നു പോകാം, അല്ലാത്ത കപ്പലുകളെ തങ്ങൾ ഒറ്റതിരിച്ച് ആക്രമിക്കും. അങ്ങനെയുള്ള ആക്രമണം സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതിൽ ആര് പറയുന്നതാണ് ശരി? അമേരിക്ക പറയുന്നതോ ഇറാൻ പറയുന്നതോ? ഇതിൽ ആര് പറയുന്നതാണ് ശരി? ഇത് ന്യായമായ ഒരു ചോദ്യമാണ്. ഇതിനിടയിലാണ് ഒരു ധാരണ അറബ് രാജ്യങ്ങൾ എല്ലാം ചേർന്ന്, പ്രത്യേകിച്ച് അതിന്റെ ആദ്യ പടി എന്ന നിലയിൽ ഇറാനും ഒമാനും ചേർന്ന്, അതായത് പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ ഭാഗത്താണല്ലോ ഇറാൻ, അതായത് ഹോർമൂസിന് അഭിമുഖമായി നിൽക്കുന്ന വടക്കൻ ശക്തി ഇറാനാണ്. തെക്ക് ഭാഗത്തെ ഡയറക്ട്ലി ഹോർമൂസിലേക്ക് ആക്സസ് ഉള്ളത് രണ്ട് രാജ്യങ്ങൾക്കാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും ഒമാനുമാണ്. അതിൽ ഒമാനും ഇറാനും ചേർന്ന് ഏകദേശ ധാരണയാകുന്നു എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയെങ്കിലും സംസാരങ്ങൾ. അതായത് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ വടക്ക് ഭാഗത്ത് ഇറാൻ അതിർത്തിയിലൂടെ കടന്നു വരികയും അവിടെ ഇറാൻ ഒരു ചെറിയ ടോൾ പിരിക്കുകയും, ടോളെന്ന പേരിലല്ല, സുരക്ഷാ കൂലി എന്ന രൂപത്തിലാണ്, എന്തെങ്കിലും രൂപത്തിലായിരിക്കാം, അത് പിരിക്കുകയും തിരിച്ചു പോകുമ്പോൾ ഒമാനും തത്തുല്യമായ രീതിയിൽ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ അതിനേക്കാൾ കുറഞ്ഞ ഒരു തുക പിരിക്കുകയും ചെയ്യുക എന്നത് ഇറാനും ഒമാനും തമ്മിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഇത് ചർച്ച ചെയ്തു എന്നല്ലാതെ അന്തിമ കരാറിൽ എത്തിച്ചേർന്നതായി ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമല്ല. പബ്ലിക് ഡൊമൈനിൽ അതേക്കുറിച്ച് യാതൊരു സ്ഥിരീകരണവും ഇപ്പോൾ ലഭ്യമല്ല. അങ്ങനെയുള്ള ഒരു ധാരണ ഉണ്ടായി എങ്കിൽ അത് ആദ്യം അറിയിക്കേണ്ടത് ഒമാന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അമേരിക്കയുടെയും ഒക്കെ ഏജന്റായി നിന്നുകൊണ്ടാണല്ലോ ഒമാൻ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആ ഭാഗത്തെ അറിയിക്കേണ്ടതുണ്ട്. ഇനി പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ച് അമേരിക്കയാണ് ഇനിയും തീരുമാനിക്കേണ്ടത്. ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ട് ചർച്ച നടത്താവുന്ന ഒരു അന്തരീക്ഷത്തിലല്ല ഇപ്പോൾ. അതാണ് വാസ്തവം. ഇപ്പൊ നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. ഇറാൻ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തുടരുന്നിടത്തോളം കാലം, കൃത്യമായി പറഞ്ഞാൽ ജനുവരി 2029 വരെ അമേരിക്കയുമായി യാതൊരു രീതിയിലുള്ള നയതന്ത്ര സംസാരവും ഹോർമൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ ആണവ കരാറിനെ കുറിച്ചോ ഒരു ചർച്ചയും ഇനി നടത്തിയിട്ട് കാര്യമില്ല. തങ്ങൾ അതിന് താല്പര്യപ്പെടുന്നില്ല. ഇതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. നാളെ അഭിപ്രായം മാറ്റി പറഞ്ഞുകൂടാ എന്നില്ല. ട്രംപ് നിരന്തരം അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നു. ഇറാനും വേണമെങ്കിൽ അഭിപ്രായം മാറ്റി പറയാമല്ലോ. അതുകൊണ്ട് അതിന് അത്രത്തോളം വില കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ ഏറെ കൊട്ടിഘോഷിച്ച ട്രംപ് ഇപ്പോൾ കരാറുണ്ടാകും, നാളെ കരാറുണ്ടാകും, ഇതാ എല്ലാം സെറ്റിൽഡ് ആണ് എന്ന രീതിയിൽ പറയുന്നതിനോട് ഒരു രീതിയിലും ലോകം ഇപ്പോൾ അനുരൂപമായിട്ടല്ല പ്രതികരിക്കുന്നത്. കാരണം ഇതിലൊക്കെ ഒരു അതിശയോക്തി ഉണ്ട്. അതായത് ഒരുതരം ഫ്ലെക്സിംഗ് ഓഫ് മസിൽസ് ആണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെയാണ്. ഓരോ മറുപടിക്കും, ഓരോ പ്രസ്താവനയ്ക്കും, ട്രംപിന്റെ ഓരോ പ്രസ്താവനയ്ക്കും ഉരുളയ്ക്ക് ഉപ്പേരി എന്ന നിലയിൽ ഇറാനും മറുപടി കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ആക്രമണത്തിലൂടെ, അല്ല എങ്കിൽ വാക്ധോരണയിലൂടെ. ഇങ്ങനെ പോയാൽ എന്താണ് എന്നോട് ചോദിച്ചത്, ഹോർമൂസിന്റെ ഭാവി എന്താണ്? ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ ഏറെക്കാലമായി കൺസിസ്റ്റന്റായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊരു പൊതു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരുടെ ഒരു പൊതു സ്വഭാവമാണ്, ഒരു പൊതു അഭിപ്രായമാണ്. ആ മേഖലയിലെ രാജ്യങ്ങൾ, അത് GCCയിലെ 6 രാജ്യങ്ങളാണ്. ഒമാനും സൗദി അറേബ്യയും UAEയും ഖത്തറും
ബഹ്റൈനും കുവൈറ്റും ചേരുന്ന 6 രാജ്യങ്ങൾ. അതോടൊപ്പം ഹോർമൂസുമായി അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫുമായി ചേർന്ന് കിടക്കുന്ന ഇറാഖ്, ഇറാൻ, ഈ 8 രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ പേർഷ്യൻ ഗൾഫിന് അതിരുള്ള രാജ്യങ്ങൾ. ഈ 8 രാജ്യങ്ങൾ തമ്മിലാണ് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത്. അവിടെ ബാഹ്യശക്തിയായ അമേരിക്കയ്ക്ക് എന്താണ് കാര്യമെന്ന് ലോജിക്കലി നമുക്ക് ചോദിക്കാം. കാര്യം ഇത്രയേ ഉള്ളൂ, ഇറാനിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ സേനാ വിന്യാസം അത്യന്താപേക്ഷിതമാണ് എന്ന ഒരു നറേറ്റീവ് അവിടെ വരികയാണ്. എങ്ങനെയോ വരികയാണ്, ഏറെക്കാലമായുള്ള നറേറ്റീവാണ്. അതിൽ നിന്ന് മാറേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യ പുതിയ സഖ്യങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. പാകിസ്ഥാൻ, ടർക്കി ആൻഡ് സൗദി ഒരു ത്രിരാഷ്ട്ര സൈനിക സഹകരണ കരാറിൽ എത്തിച്ചേർന്നു കഴിഞ്ഞ ആഴ്ച. അതിനർത്ഥം എന്താണ്? അമേരിക്കക്ക് പൂർണ്ണമായി ഈ തങ്ങളുടെ രാജ്യങ്ങൾക്ക്, GCC മേഖലയിലെ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സൗദിക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല എന്ന ഒരു കണ്ടെത്തലാണ്. അപ്പോൾ ഇറാനെ മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ അവർ ഇസ്രായേലിനെ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവാം ഈ കരാറിലൂടെ. ഡോക്ടർ മോഹൻ വർഗീസ്, അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഈ കരാർ നിലവിൽ വന്നതിന് ശേഷം ഹൂതികളുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം സൗദിക്ക് നേരെ ഉണ്ടാകുന്നു. പക്ഷേ ഈ സഖ്യ രാജ്യങ്ങൾ അനങ്ങാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഇപ്പൊ പാകിസ്ഥാൻ ആയാലും തുർക്കി ആയാലും ഹൂതികൾക്കെതിരെ തിരിച്ചടിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടി എടുക്കുവാനോ തയ്യാറാകാത്ത ഒരു ചിത്രം നമ്മൾ കണ്ടില്ലേ? അതെ, അത് വളരെ വളരെ വാലിഡ് നിരീക്ഷണമാണ് ജോയ്സ്. അതായത് പാകിസ്ഥാൻ ഈസ് ഒബ്ലിഗേറ്ററി ടു കം ടു സൗദീസ് അസിസ്റ്റൻസ്. ഈ കരാറിന് മുൻപ് തന്നെ കഴിഞ്ഞ 2025 എത്തിച്ചേർന്നൊരു കരാറാണ്. 25 ഓഗസ്റ്റിൽ എത്തിച്ചേർന്ന കരാറനുസരിച്ച് ആണവ രാജ്യമായ പാകിസ്ഥാൻ സൗദി അറേബ്യയെ രക്ഷിക്കാൻ കടന്നു വരണം. അങ്ങനെയെങ്കിൽ ഇറാൻ സൗദിയെ ആക്രമിച്ചപ്പോൾ എന്തുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നില്ല? അതുകൊണ്ട് ഇത് വാക്കാൽ പറയാമെന്നല്ലാതെ അങ്ങനെ ക്ഷിപ്രസാധ്യമായ ഒന്നല്ല. ഹൂതികളുടെ ഭാഗത്ത് നിന്ന് സൗദിയുടെ തെക്കൻ ഭാഗങ്ങളിൽ, പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ, സൗദിയുടെ ചെങ്കടൽ തുറമുഖങ്ങളിൽ, അരാംകോയുടെ ഉൾപ്പെടെ എണ്ണ സംഭരണശാലകളിൽ, എണ്ണ വിതരണ കേന്ദ്രങ്ങളിൽ, ഓയിൽ പാടങ്ങളിൽ എല്ലാം ആക്രമണം നടന്നു. അപ്പോഴൊന്നും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശക്തികൾക്ക്, തുർക്കിക്കോ പാകിസ്ഥാനോ ഒന്നും തന്നെ രംഗത്ത് വരാൻ കഴിഞ്ഞില്ല. ഇനിയും വരാൻ കഴിയും എന്ന് സൂചനയുമില്ല. അപ്പൊ കരാറൊക്കെ ഒരു വഴി പോകും. ഇപ്പോഴും അമേരിക്ക തന്നെയാണ് ആ പ്രദേശത്തിന്റെ സംരക്ഷണം ഡിഫാക്ടോ ചെയ്തിരിക്കുന്നത്. പക്ഷെ ലോങ് ടേമിൽ ഓൾട്ടർനേറ്റീവ് വേണ്ടി വന്നേക്കാം. ഇറാനുമായി അമേരിക്കയ്ക്ക് ചർച്ചകൾ വഴിമുട്ടി നിന്നാൽ, ഏതെങ്കിലും രീതിയിൽ ഇറാനുമായി ഒരു ധാരണ ആകണമെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കഴിയൂ, അമേരിക്ക കഴിയില്ല എന്ന ചിന്ത പ്രബലമായി വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏകപക്ഷീയമായി അമേരിക്ക പറയുന്ന ടേംസിലോ ഇറാൻ പറയുന്ന ടേംസിലോ അല്ല, മറിച്ച് ഹോർമൂസിലൂടെ സുഗമമായ കപ്പൽ ഗതാഗതം നടക്കണം. ബാബൽ മന്ദേബിലൂടെ, അതായത് ചെങ്കടലിലൂടെ, സൂയസ് കനാലിലൂടെ ബാബൽ മന്ദേബ് കടന്ന് കപ്പലുകൾക്ക് പുറത്തു പോകാൻ കഴിയണം. സൗദിയുടെ മാത്രമല്ല, അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ തന്നെ 20% കടന്നു പോകേണ്ടത് ചെങ്കടലിന്റെ പ്രവേശന കവാടമായ ബാബൽ മന്ദേബ് വഴിയാണ്. ബാബൽ മന്ദേബിലൂടെ ചെങ്കടലിലേക്ക് പ്രവേശിക്കുകയും ചെങ്കടലിൽ നിന്നും സൂയസ് കനാലിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നും മെഡിറ്ററേനിയൻ കടലിലെത്തി ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്ന് പുറം ലോകത്തേക്ക് പോകുകയോ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഭാഗത്തെ രാജ്യങ്ങളിൽ ചരക്കുകൾ എത്തിക്കുകയോ ചെയ്യണമെങ്കിൽ ബാബൽ മന്ദേബ് എന്ന ചോക്ക് പോയിന്റ് സുഗമമാകണം. അവിടം ഇപ്പോൾ പ്രായോഗികമായി നിയന്ത്രിക്കുന്നത് ഹൂതികളാണ്. ഇറാന്റെ പ്രോക്സിയാണ്, എക്സ്റ്റെൻഡഡ് ആംസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോക്സിയായി കരുതാവുന്ന ഹൂതികളാണ്. ഇങ്ങനെ ഹൂതികളെ വെച്ചുകൊണ്ട് സൗദിക്കെതിരെ ഇറാൻ വിലപേശുന്നു. അതുപോലെ ഇറാഖിലെ ഷിയ മിലീഷ്യകളെ ഉപയോഗിച്ചുകൊണ്ട് സൗദിയുടെ വടക്കൻ പ്രദേശങ്ങളിൽ, റിയാദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്നു, എണ്ണപ്പാടങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നു. അതുകൊണ്ട് 2 കടലിടുക്കുകളും സൗദിക്ക് വലിയ ബുദ്ധിമുട്ടായി വരുന്നു. വടക്കൻ തുറമുഖം, വടക്ക് കിഴക്കൻ ഭാഗത്തെ തുറമുഖങ്ങൾ, അതുപോലെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തെ തുറമുഖങ്ങൾ, ഇത് രണ്ടും സൗദിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നാൽ ലോകത്ത് ഏറ്റവും അധികം എണ്ണ കയറ്റി അയച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് സൗദി അറേബ്യ എന്ന് ഓർക്കണം. അതൊരു വലിയ അന്തരാള അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും വിവാദം, സംഘർഷം അവസാനിപ്പിക്കാൻ സൗദി അറേബ്യ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഒന്നും പരിചിതമല്ലാത്ത പന്ഥാവുകളിലൂടെ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ സഞ്ചരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ്, അവിടെയാണ് പരിഹാരങ്ങൾ എന്നത്. ഇപ്പോൾ പുറത്ത് കേൾക്കുന്ന പരിഹാരം അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കരാറിൽ എത്തിച്ചേർന്നാൽ എല്ലാം പരിഹാരം. അങ്ങനെയല്ല. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടണം. എങ്കിൽ മാത്രമേ അവിടെ സമാധാനം ഉണ്ടാവൂ. കാരണം അമേരിക്കക്കല്ല അവിടെ കാര്യം. അവിടെ ഇപ്പോൾ ഇസ്രായേൽ UAE-യുടെ സുരക്ഷാ ചുമതലയുടെ ഒരു ഭാഗം ഏറ്റെടുത്തിരിക്കുന്നു. അയൺ ഡോമിന്റെ ഒരു മിനി പതിപ്പ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുണ്ട്.
UAE മാറി ചിന്തിക്കുന്നു. ഡിഫൻസ് കൺസേൺസ് പലതാണ്, വ്യത്യസ്തമായ ഡിഫൻസ് കൺസേൺസ് ആണ് സൗദിക്കും UAEക്കും ഒക്കെ ഉള്ളത്. സൗദിയും UAEയും തമ്മിലും ഇപ്പം ഇസ്രായേലിനോടുള്ള ബന്ധത്തെ ആസ്പദമാക്കി സൗദിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒപ്പക്കിൽ നിന്നും പുറത്തു പോകാൻ സാഹചര്യം ഒരുക്കിയത് ഇതുകൊണ്ട് പല കാര്യങ്ങളാണ്. അതിൽ എണ്ണ എന്നത് ഒപ്പക്കിൽ ഒരു ഏകദേശ രൂപം ഇല്ലാതെ വരുന്നു. ഒപ്പക്കിന്റെ വേൾഡ് മാർക്കറ്റിലുള്ള എണ്ണയുടെ മേലുള്ള നിയന്ത്രണം, പ്രൈസിങ്ങിനുള്ള നിയന്ത്രണം ഒപ്പക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ വിപണിയിലേക്ക് അമേരിക്ക കടന്നു വരുമോ, വെനിസ്വലൻ എണ്ണ കടന്നു വരുമോ, വലിയ ചോദ്യങ്ങളാണ്. അപ്പൊ ഹൈഡ്രോ കാർബണിന്റെ ഭാവി എന്ത് എന്ന ചോദ്യം കൂടെ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് അത് പിടിവിട്ടു പോകുന്നത് അമേരിക്കയ്ക്കും അത്ര ശുഭകരമല്ല. അമേരിക്ക എണ്ണ ഉത്പാദക രാജ്യമാണ്. പക്ഷേ അമേരിക്കയിലും ജീവിത ചെലവ് കുതിച്ചുയരുകയാണ്. ഏതാണ്ട് $38 ബില്യൺ ഇതുവരെ അമേരിക്ക സേനയ്ക്ക് വേണ്ടി, ഈ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, ഇറാൻ ദൗത്യത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. അത് പ്രകടമായി ചെലവഴിച്ചതാണ് ഡിഫൻസ് ആണ്. $1.5 ട്രില്യൺ ധനാഭ്യർത്ഥനയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് അമേരിക്കൻ കോൺഗ്രസിനോട്. വൻപിച്ച ചെലവുകൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് സ്പൈറലിംഗ് കോസ്റ്റ് ഓഫ് കമോഡിറ്റീസ് ഇൻ അമേരിക്ക. അമേരിക്കയിൽ ജനജീവിതം കൂടുതൽ വില കൂടിയതാകുന്നു. ഏതാണ്ട് $100 ബില്യൺ ആണ് ഈ കൺസ്യൂമേഴ്സിന്റെ പണം നഷ്ടപ്പെട്ടത്. ഏതാണ്ട് ഈ യുദ്ധം കൊണ്ട് നഷ്ടപ്പെട്ടത് ഏതാണ്ട് $100 ബില്യൺ ആണ്. അതിനോടൊപ്പം തന്നെ സൈനിക ചെലവ് 38 ബില്യൺ അതിനോടൊപ്പം ബാക്കി ചെലവുകളും ചേർത്ത് വരുമ്പോൾ ഏതാണ്ട് $200 ബില്യൺ ബാധ്യത അമേരിക്കയ്ക്ക് തന്നെ വരുന്നു. അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ, പുഷ്പം പോലെ പരിഹരിക്കാൻ 31 ട്രില്യൺ ഇക്കോണമിയായി അമേരിക്ക കഴിയും എന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. പക്ഷേ കോഷൻ ഉണ്ട്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അമേരിക്കയിലും ഇസ്രയേലിലും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതുകൊണ്ട് പ്രശ്ന പരിഹാരം ഉണ്ടാകും. ഇപ്പൊ ഇത് രണ്ടു ഭാഗത്തും പരസ്പരം ടോം ചെയ്തുകൊണ്ട് മൂപ്പിച്ച് നിർത്താൻ എളുപ്പമാണ്. ഇത് ഒരുതരം ഫുട്ബോൾ, ഞാൻ പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഫുട്ബോൾ മത്സരം ചേരി തിരിഞ്ഞുകൊണ്ട് ഏതെങ്കിലും പക്ഷത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷത്തിന് ജയ പാടിക്കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആർത്തട്ടഹസിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പക്ഷം ചേർന്ന് ഒരു ഗെയിമായി കാണാം. പക്ഷെ ഗെയിമായി ദയവായി ഇതിനെ കാണരുത് എന്നതാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഇത് ജീവൽ പ്രശ്നമാണ്. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ, മലയാളികളുടെ ജീവൽ പ്രശ്നമാണ്. ഇന്ത്യക്കാരുടെ ജീവൽ പ്രശ്നമാണ്. ഗൾഫ് എന്ന മേഖലയുടെ സമാധാനത്തിന്റെ വിഷയമാണ്. അതൊരു സൂപ്പർ പവർ റൈവലറീസ് അല്ലെങ്കിൽ ബിഗ് പവർ റൈവലറീസിന്റെ വേദിയാകാൻ പാടില്ല. പ്രഷ്യസ് വിഭവമാണ് എണ്ണ. അത് സുഗമമായി കടന്നു പോകാനുള്ള കരാറുകൾ ഉണ്ടാകണം, സംവിധാനങ്ങൾ ഉണ്ടാകണം, വിട്ടുവീഴ്ചകൾ ഉണ്ടാകണം. അത് മതത്തിന്റെയോ വർഗത്തിന്റെയോ വംശത്തിന്റെയോ ജാതിയുടെയോ സെക്ടറിയൻ പോളിറ്റിക്സിന്റെയോ പേര് പറഞ്ഞ് അല്ലെങ്കിൽ താൻ പിടിച്ച മുയലിന്റെ 3 കൊമ്പുണ്ടെന്ന് വാദം പറഞ്ഞുകൊണ്ട് സമാധാന സാധ്യതകളെ തല്ലിക്കൊഴിക്കരുത് എന്നതാണ് പൊതുവേ ലോകത്തിന്റെ അഭിപ്രായം. അപ്പൊ ആ അഭിപ്രായം കൂടുതൽ പ്രബലമാവുകയും ബെറ്റർ സെൻസ് പ്രിവെയിൽ ചെയ്യുകയും ചെയ്താൽ ഒരുപക്ഷെ മേഖലാ ശക്തികൾക്ക്, ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനും ചേർന്ന് അവിടെ സുഗമമായ ഒരു പാതയൊരുക്കാൻ കഴിയട്ടെ എന്നതാണ് പൊതുവെയുള്ള ആഗ്രഹം. അതുപോലെ മറ്റൊരു സംശയം കൂടെ, താങ്കൾ തന്നെ സൂചിപ്പിച്ചു 2029 അത് അത്രയും കാലം ഈ യുദ്ധം നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവന. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ലോകം കടക്കുകയാണ് എങ്കിൽ നമ്മൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇത് എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളോടും ഇറാനോടും ഇസ്രയേലിനോടും അമേരിക്കയോടും എല്ലാം തന്നെ നല്ല ബന്ധം തന്നെയാണ്. ഇതൊരു രാജ്യത്തെയും വെറുപ്പിക്കുന്ന ഒരു നിലപാടല്ല ഭാരതം കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ സുഗമമായ പ്രശ്ന പരിഹാരത്തിന് ഒരു ഫോർമുല നിർദ്ദേശിക്കാൻ ഇന്ത്യക്കും കഴിയുന്നില്ല. ഒരു മധ്യസ്ഥ റോൾ, സിംല കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി ബന്ധത്തിൽ വേണം കരാറുകൾ എത്തിച്ചേരാൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എത്താൻ. ഇതാണ് ഇന്ത്യയുടെ നിലപാട്. അതുകൊണ്ട് തേർഡ് പാർട്ടി മീഡിയേഷൻ എന്ന നയം ഇന്ത്യയുടെ നയമല്ല. അതുകൊണ്ട് ഇന്ത്യക്ക് നേരിട്ട് ഇടപെടാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇന്ത്യയുടെ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇന്ത്യയുടെ വിദേശ നാണ്യ ഇങ്ങോട്ടുള്ള കടന്നുവരവ്, ഫോറിൻ റെമിറ്റൻസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് മാത്രമല്ല, ആ മേഖല പ്രശ്ന കലുഷിതമാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു സഖ്യമായി, ആണവശക്തിയാണെന്ന് ഓർക്കണം പാകിസ്ഥാൻ, അത് സൗദിയുമായും തുർക്കിയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. സഹായിക്കാൻ പറ്റുന്ന നിലയിലില്ല. പക്ഷെ മറിച്ച് പാകിസ്ഥാനാണ് ഒരുപക്ഷെ ആക്രമണ വിധേയമാകുന്ന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഘട്ടം ഉരുത്തിരിഞ്ഞു വരികയാണെങ്കിൽ പാകിസ്ഥാൻ ഏതെങ്കിലും സാഹസം ഇന്ത്യക്ക് നേരെ കാട്ടുന്നു, ഇന്ത്യ തിരിച്ചടിക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം എപ്പിസോഡ് സംഭവിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ഭൗമരാഷ്ട്രീയത്തിൽ മാറ്റം മറച്ചിലുകൾ ഉണ്ടായിക്കൂടായികയില്ല.
അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോൺഷ്യസ് ആയി ഇരിക്കേണ്ടതുണ്ട്. ഈ പ്രശ്നം പിടിവിട്ട് പോകാതിരിക്കാൻ വലിയ രീതിയിൽ ഒരുതരം സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായത്. ഒരു റാഡിക്കൽ ഷിഫ്റ്റ് ഇൻ ദ സ്റ്റേറ്റസ് കോ ഇന്ത്യയുടെ പൊതു താല്പര്യങ്ങൾക്ക് ഒരുപക്ഷെ നന്നായിരിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്ക ഡീലിന്റെ ഒരു പടിവാതിക്കരുത്തി നിൽക്കുകയാണ്. അപ്പൊ അതും ഇതുമായിട്ട് ബന്ധമുണ്ട്. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 100% ടാരിഫ് ചാർത്തി കൊടുക്കാൻ അമേരിക്കൻ കോൺഗ്രസ് അമേരിക്കൻ പ്രസിഡന്റിന് അനുവാദം നൽകിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ 55% ഇന്ത്യയുടെ എണ്ണ ആവശ്യവും റഷ്യയിൽ നിന്നാണ് വരുന്നത്. അത് ട്രംപ് ഒന്ന് വിരട്ടിയപ്പോൾ 38% കുറച്ചുകൊണ്ട് വന്ന് 20% ആക്കിയത് ഇപ്പോൾ ഹോർമോസ് പ്രതിസന്ധി, ചെങ്കടൽ പ്രതിസന്ധി മൂത്തപ്പോൾ 55% റഷ്യൻ എണ്ണ എത്തുകയാണ്. അപ്പൊ ഇതിനൊക്കെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ഇന്ത്യ സ്ട്രാറ്റജിക് ഓപ്ഷൻസ് വേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഭൗമരാഷ്ട്രീയം തകിടം മറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ചുമതല ഇന്ത്യക്കും ഉണ്ട്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. എന്തായാലും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക്